ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ശ്രീഹരി നോട്ട് റിവ്യൂ എന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ രണ്ടാമത് അല്ലെങ്കിൽ ബെത്ലഹേം കുടുംബ യൂണിറ്റിന് ശേഷം കണ്ടൊരു സിനിമയാണ് ഖലീഫ. ഖലീഫയുടെയും ബെത്ലഹേം യൂണിറ്റിന്റെയും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് രണ്ടും കണ്ടവർക്ക് ഓർമ്മയുണ്ടോ, അവർ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. രണ്ട് സിനിമയും തുടങ്ങുന്ന ഒരു ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് വെച്ചിട്ടാണ്. അത് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമാണ്. സോ നമ്മുടെ സിനിമയിലോട്ട് വരുമ്പോൾ വൈശാഖ് ഡയറക്റ്റ് ചെയ്ത, ജിനു അബ്രഹാം പ്രൊഡ്യൂസ് ചെയ്ത, പൃഥ്വിരാജ്, രഞ്ജി പണിക്കർ, മോഹിനി മാം, പണ്ടത്തെ നമ്മുടെ മോഹിനി എന്ന് പറയുന്ന നടി, സഞ്ജു ശിവറാം, ഇന്ദ്രൻ സേട്ടൻ, അതിൻ്റെ കൂടെ നമ്മുടെ ലാലേട്ടൻ, ടൊവിനോ, ഇവർ രണ്ടുപേരും അനൗൺസ്ഡ് ക്യാമിയോസ് ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നത്. ഈ സിനിമ കാണാൻ പോകുന്നതിനുള്ളിൽ തന്നെ ഈ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടത് മൊത്തം നെഗറ്റീവാണ്. സോ ഞാൻ കാണാൻ പോകുമ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ വളരെ ലോ ആയിരുന്നു. പക്ഷെ ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. സോ കാണാൻ പോകുന്ന സമയത്ത് എനിക്ക് സിനിമ മോശമാവുന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കാണും എന്ന് ഉറപ്പിച്ച് വെച്ചിരുന്നതാണ്. സോ ഞാൻ പോയി കണ്ടു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഞാൻ ഈ പൃഥ്വിരാജ് ഫാൻ ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു മാസ് കമേഴ്ഷ്യൽ ഫ്ലിക്കാണ്, ഒരു പ്രോപ്പർ മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഫ്ലിക്കാണ്. ഇതിലെ കഥ ഭയങ്കര പുതുമയാണെന്നോ ഇത് ഭയങ്കര ഫസ്റ്റ് ഓഫ് എ കൈൻഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ഫസ്റ്റ് ഓഫ് എ കൈൻഡ് സിനിമയല്ല. ഇതേപോലെ പല കഥകൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പല ലാംഗ്വേജിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആൻഡ് എൻഗേജിങ് ആയിട്ട് തോന്നി. ഇതിനകത്ത് സ്റ്റൺ സീക്വൻസസ് ഒക്കെ ഇട്ടില്ലമായിരുന്നു പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന. ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നമ്മൾ പലപ്പോഴും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഞാനും പെങ്ങളും കൂടിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നായകൻ ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ച് പേര് വന്നിട്ട് ഫൈറ്റ് സീക്വൻസ്, അല്ലെങ്കിൽ നമ്മൾ വളരെ സൈഡ് ക്യാരക്ടർ എന്ന് വിചാരിക്കുന്ന അവർ ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവറും. ഈ സിനിമയ്ക്കകത്ത് നായകൻ ഇല്ലാത്തൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലാണ്, ക്ലൈമാക്സിലൂടെയൊക്കെ അടുക്കുന്നതിനൊരു എനിക്കൊന്നൊരു 15-20 മിനിറ്റ്സ് മുന്നെയാണ് ഞാൻ കിട്ടില്ലനായിട്ട് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്ന നല്ല പോളി ആക്ഷൻ സീക്വൻസാണ്. ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ ആക്ഷൻ സീക്വൻസസും കിടിലമാണ്. ഇതിനകത്ത് ടൊവിനോനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവതാർ, അത് നല്ല രസമുണ്ട്. ലാലേട്ടനെ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും, ഞാൻ കുറേ റീൽസൊക്കെ കണ്ടു, ലാലേട്ടൻ്റെ ഒരു മേക്കപ്പിനെ കളിയൊക്കെ ഉണ്ട്. ലാലേട്ടൻ ഇതിനകത്ത് ആമിർ അലി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മുത്തശ്ശനായിട്ടാണ് വരുന്നത്. സോ ആ മേക്കപ്പ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. സോ ആസ് പെർ ടു മീ, എനിക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു സിനിമയാണ്. മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ ഒക്കെ അതുപോലത്തെ എൻ്റർടൈനേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണിത്. U/16 ആണ്. സോ കുറച്ചൊരു ബ്ലഡ് ഷെഡ് പരിപാടിയൊക്കെ ഉണ്ട് എനിക്കൊന്ന്. പക്ഷെ എന്ന് വിചാരിച്ച് അതൊരു ഫാമിലി കാണാൻ പറ്റാത്ത രീതിയിലൊന്നുമല്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന. പക്ഷെ ഇതൊരു മാസ് കമേഴ്ഷ്യൽ ആക്ഷൻ ഫ്ലിക്കാണ്. ഇതിനകത്ത് കോമഡി അങ്ങനെ അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ, ഫാമിലി എൻ്റർടൈനർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു മാസ് കമേഴ്ഷ്യൽ ഫ്ലിക്കാണ്. സോ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം, നിങ്ങൾ കണ്ടവരാണെങ്കിൽ. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ. എല്ലാവർക്കും തിരുവോണ ആശംസകൾ. സോ നമ്മുടെ അടുത്ത വീഡിയോ മേ ബി തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും. സോ എല്ലാവർക്കും തിരുവോണ ആശംസകൾ. ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക. സോ ബൈ.